എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു 10-20 പേർക്കുള്ള ചെറിയൊരു സദ്യ, അതും പ്രകൃതി രീതിയിലുള്ളത്. സാധാരണ സദ്യയിൽ വിഭിന്നമായിട്ട് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. നമ്മുടെ വീഡിയോയിൽ പലതിലും നമ്മൾ ഈ വിഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കാം. എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? മത്തങ്ങയും പിന്നെ ഒരു ക്യാരറ്റ് അല്ലേ, ക്യാരറ്റും കാപ്സിയും കൂടി ഇഷ്ടു, പിന്നെ പിണ്ടി കൊണ്ട് സലാഡ്, സലാഡ്, നെല്ലിക്ക അച്ചാറ്, പിന്നെ പായസം വെക്കുന്നുണ്ട്, കുമ്പളങ്ങ പായസം. നമ്മൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നെല്ലിക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാൻ വെച്ചിരിക്കുക. അത് പുഴുങ്ങി കഴിഞ്ഞാൽ അത് മുറിച്ചിട്ട് അതിൽ കുറച്ച് ബീറ്റ്റൂട്ടിന്റെ നീര് ഒഴിച്ചിട്ടാണ് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് പച്ചരിയാണ്, റെഡ് റൈസ്. തവിട് ഫുള്ളായിട്ടുള്ള തവിട് തരി പോലും കളഞ്ഞതിൻ്റെ ഉള്ളിൽ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മത്തങ്ങയാണ് ഇതിലെ മെയിൻ താരം. അത് കഴിഞ്ഞാൽ കൊത്തമരി ഉണ്ട്, പിന്നെ മുരിങ്ങക്കായ, നേന്ത്രക്കായ, പിന്നെ നമ്മൾ ചേന ഉണ്ടല്ലേ, ഇത് ആയിരിക്കില്ല. പിന്നെ ഇതില് കായം, വാളംപുളി എന്നീ ഇവ ചേർക്കാനില്ല. പുളിക്ക് വരെ നമ്മൾ തക്കാളിയാണ്. അതിനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളക്. പിന്നെ മെയിനായിട്ട് ഇതിൽ മല്ലി കൂടി വറുത്തിട്ട് അതിൽ കുറച്ച് ഉലുവയും കൂടി വറുത്തിട്ട് ഇട്ടിട്ടാണ് നമ്മൾ പുളിയില്ലാത്തതും കായം ചേർക്കാത്തതും സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിഷിന് ആവശ്യമായ കഷ്ണങ്ങൾ നോക്കി കഴിഞ്ഞു. പിന്നെ ഈ കാണുന്ന കാണികൾക്ക് നാച്ചുറൽ ഫുഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും. നാച്ചുറൽ രീതിയിൽ നമ്മുടെ പച്ചക്കറി തന്നെ, പക്ഷെ പ്രകൃതി സദ്യകൾ. പ്രകൃതി സദ്യ എന്ന് പറഞ്ഞാൽ മറ്റു കായം, ഉലുവ ഇതൊന്നും ചേർക്കാത്തത്, ചുവന്നമുളക് ഇല്ലാത്ത എല്ലാം പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയത്. അത് പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ച് നോക്കാം. ഒരു ദിവസമെങ്കിലും നമ്മുടെ ഫുഡ് ഒരു ദിവസം മേടിച്ച് നിങ്ങൾ കഴിച്ച് നോക്കുക. അപ്പോൾ അറിയാം അത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, എന്നാൽ ഗുണകരമാണ്. അപ്പം നമുക്ക് ഒരു 15 ആൾക്കുള്ളൊരു സാമ്പാർ ആണ്. അതിലേക്കുള്ള കഷ്ണങ്ങൾ നോക്കി അത് അടപ്പത്ത് വെച്ച് വെള്ളം ഒഴിക്കും. സാധാരണ സാമ്പാർ കഷ്ണത്തിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇടാം. നമ്മൾ ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് ഇത്ര ആകുന്നില്ല. അതിലേക്ക് കുറച്ച് സാമ്പാർക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് ചേന നോക്കി വെച്ചത്. വെണ്ടക്കായ കാണിക്കാൻ മറന്നുണ്ടാവാം. ആദ്യം ഇട്ട കഷ്ണങ്ങൾ കഴിഞ്ഞിട്ട് പാതി വെന്തതിന് ശേഷം പിന്നെ നമ്മൾ വെണ്ടക്കായ ഇടാൻ പോകാം, അല്ലെങ്കിൽ വെണ്ടക്കായ കൊഴുപ്പ് അതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെണ്ടക്കായ ഉണ്ട്. രണ്ടാമത്തെ ഡിഷ് എന്താ നോക്കിയാലോ, ഇഷ്ടു ആണ്. എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന അറിയില്ല. ഇത് മത്തങ്ങയും ക്യാരറ്റും പിന്നെ ക്യാപ്സിയും കൂടിയിട്ട് ഒരു 3-4 പച്ചമുളകും ഒരു സ്വല്പം ഇഞ്ചി. ഇനി നമുക്കിത് വേവിച്ചതിന് ശേഷം ഇത് ആദ്യം വേവിക്കണം. ഈ മത്തങ്ങയും ക്യാരറ്റും ആദ്യം വേവിക്കുക. അത് വെന്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇടാൻ പറ്റും. അതിന് ശേഷം നമുക്ക് നാളികേരപ്പാൽ, ആവശ്യത്തിനുള്ള നാളികേരപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇഷ്ടു ആക്കിയിട്ട് വെക്കണം. ഇതുകൊണ്ട് നാളികേരം വറുത്തുകൊണ്ടിരിക്കുന്നു. നാളികേരം ഉലുവ വേപ്പിൻ്റെല്ല. ഇനി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്തിട്ട് വറുത്ത് ഇതിനെല്ലാം കൂടിയിട്ട് മിക്സിയിലടിച്ചിട്ട് കഷ്ണങ്ങൾ അരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കടുകാക്കും. അതോടെ നമ്മൾ സാമ്പാറിന്റെ പണി ചെയ്യും. അപ്പൊ നമുക്ക് അടുത്തത് ഡിഷ് ഇടിയൻ ചക്കയാണ്. കണ്ടില്ല, ഇടിയൻ ചക്ക അരിഞ്ഞ് ചെറിയ കഷ്ണക്കാണ്ട് ഇത് വേവിക്കണം. ഒരു പീസ് കൊണ്ട് അരിയാണ്ട് അതിലേക്ക് അരിയാണ് നമ്മുടെ തോമസ്. പിന്നെ അതിലേക്ക് അപ്പൊ നമ്മള് ഇടിയൻ ചക്കയും കൊപ്ര, വാഴക്കൊപ്ര, അത് വാഴക്കൊമ്പ്, വാഴക്കൊണ്ട, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് 3 ഡിഷ് ഇപ്പൊ ആയി. ഇനി ഉണ്ണിപ്പിക്കിലോട്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കും. പിന്നുള്ളത് നമ്മൾ അച്ചാറ് നേരത്തെ പറഞ്ഞിട്ട് അത് വേവിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മുടെ അരി ഉണ്ട്, തവിട് കളയാത്ത റെഡ് റൈസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തവിട് തീരെ കളഞ്ഞിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉമി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അരി ഒരു 1.5 കിലോ അരി നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ 15 ആൾക്കുള്ള പരിപാടി. അപ്പൊ 1.5 കിലോ അരി വേവാട്ടുണ്ട്. ഇത് പച്ചരിയാണ്, തവിട് കളയാത്ത റെഡ് റൈസ്. അപ്പൊ ഇതിന്റെ ഫൈബറാണ് നമുക്ക് ശരീരത്തിന് ആവശ്യം. ഫൈബർ ഇല്ലാത്ത ഭക്ഷണമാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇങ്ങനെയുള്ള അരികൾ കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഫൈബർ കിട്ടും. അപ്പൊ അതിപ്പോ വെന്തുകൊണ്ടിരിക്കുന്നു, കുറച്ചുകൂടി വേവാണ്ട്. നാളികേരം, മല്ലി എന്നിവ കൂട്ടിയിട്ട് വറുത്ത് അരച്ചിട്ട് കൊടുക്കും, മിക്സിയിൽ അരച്ചിട്ട്. അത് ഗമ്പു കണ്ടില്ല. ഇതാണ് ഇതിന്റെ സാമ്പാറിനെ. കൂടാതെ ഒരു ഉലുവ ഇട്ടുണ്ട് കേട്ടോ. ഇത് 3 കൂടി അരച്ചിട്ടാണ്. ഇതാണ് സാമ്പാറിനെ സാമ്പാറാക്കി മാറ്റുന്ന സാധനം. സാമ്പാറിന്റെ സ്മെല്ല് ഇപ്പോൾ വന്നു. ഇനി ഇവനൊന്ന് കടുക് വെക്കണം. അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ പണി കഴിഞ്ഞു, അതെല്ലാം തയ്യാറായി. വിളമ്പാളം പാകാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അരി ഉണ്ടല്ലേ, ഇത് റെഡ് റൈസ്
വെന്തു അത് നമ്മൾ ഊറ്റുന്നു അല്ല. അച്ചാറ് റെഡി ആയിട്ടില്ല. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് ആദ്യം നമ്മൾ കടുക് വറുത്ത് ഇഞ്ചി പച്ചമുളക് ഇട്ട് ലെവലാക്കി ഇത് സ്വല്പം നേരം കഴിഞ്ഞ് ഇത് ഇറക്കി. ഇത് നമ്മുടെ ഇസ്റ്റു ആണ്. ഇഷ്ടുവിന് ഏകദേശം സ്വല്പം കൂടി വേവ് ബാക്കിയുണ്ട് ക്യാരറ്റ് ആദ്യം നമ്മൾ മത്തങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് ആദ്യം മത്തങ്ങ ഉണ്ട്. ക്യാരറ്റ് അപ്പം നമ്മുടെ ഒരു പാളിച്ച പറ്റിയത. ആദ്യം വേവിക്കുന്ന ക്യാരറ്റാണ്, അതിന് ശേഷം മത്തങ്ങ വേവിക്കാൻ പാടില്ല. അത് പെട്ടെന്ന് തലയിരിഞ്ഞ് പോയി. രണ്ടും കൂടിയിട്ട് വേവിച്ച കാരണം ആദ്യം മത്തങ്ങ വെന്തു, അതിന് ക്യാരറ്റ് വെന്ത് കൂടിയിട്ടില്ല, ഏകദേശം ആയിട്ട്. ഇനി അത് കഴിഞ്ഞത് വേവ് നമുക്കൊരു വേവ് ഉണ്ട്. ആ വേവ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇടും. അത് കഴിഞ്ഞ് നമ്മൾ നാളികേരം വെച്ച് ഇറക്കി. ഇത് നമ്മുടെ ഇടിയഞ്ചക്കയും വാഴക്കൂമ്പ് കൊണ്ട് എല്ലാം അരിഞ്ഞ് കുമ്പളങ്ങ പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയുള്ള കുമ്പളങ്ങ തൊലി ചെത്തി കഷ്ണാക്കി വെച്ച് ഇനി അവനെ നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട്. അപ്പോൾ കുമ്പളങ്ങ പായസം കഴിക്കുമ്പോൾ നമുക്ക് അടപ്രഥമൻ്റെ അതേ ടേസ്റ്റ് കിട്ടുന്നതാണ് കുമ്പളങ്ങ പായസം. മത്തങ്ങ പായസം വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് പരിപ്പിൻ്റെ ടേസ്റ്റ് കിട്ടും. കാണുമ്പോൾ അതിന് കഴിക്കാനൊന്നുമില്ല. അടുത്ത് നമ്മുടെ വെറൈറ്റിയാണത്. ഏത് കുറുമ, നേരത്തെ കരി കുറുമയാണ്. അപ്പോൾ രണ്ടാമത്തെ കരി ശരിയായി. സാമ്പാർ നമ്മൾ നേരത്തെ കാണിച്ചു. ചോറ് ഊറ്റി കഴിഞ്ഞു. പായസം വയ്ക്കണം. പിന്നെ ചോറുണ്ട് ഇതുകൊണ്ടുള്ളത്. സാലഡിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച ഉണ്ണിപ്പിണ്ടിയാണ്. ഇതിൽ കുറച്ച് ഐറ്റംസും ചേർക്കാറുണ്ട്. നമ്മൾ ഇത് വേവിച്ച ഇടിയഞ്ചക്കയിലേക്ക് വാഴക്കുടപ്പ് ഇട്ട് വേവിക്കുക. അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ വെച്ച് കടുക് വറുത്തിട്ട് ഒരു 5-6 മുളക് ഇട്ടതിന് ശേഷം കുറച്ച് നാളികേരം ഇടും. എന്നിട്ട് ഈ വേവിച്ച് വെച്ച വാഴക്കുടപ്പിനും ഇടിയഞ്ചക്കയും കൂടി ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ കറി റെഡി. ഇതിൽ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ തക്കാളി, പിന്നെ ചെറുനാരങ്ങ നീര്, ഉപ്പും മല്ലിയും ഇത് നമ്മളെ റെഡി കഴിക്കും. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യമാണ്? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതെല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ, എന്നാലും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. ഇത് നമ്മുടെ സലാഡ്, പിണ്ടിയുണ്ടിൽ സലാഡ്, അച്ചാറ്, നെല്ലിക്ക ബീറ്റ്റൂട്ട് കൊണ്ടുണ്ട് അച്ചാറ്. ഇത് നമ്മുടെ ഇഷ്ടു, മത്തങ്ങ, ക്യാരറ്റ്, ക്യാപ്സിക്കം കൊണ്ടുള്ളത്. ഇത് നമ്മുടെ ഇടിച്ചക്കയും വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരൻ. ഇത് പ്രകൃതി സാമ്പാർ, കണ്ടില്ല, പ്രകൃതി സാമ്പാർ. റെഡ് റൈസ്, സ്വല്പം വെള്ളമുണ്ട്, അതാണ് അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ ഇവർക്കൊരു വെറൈറ്റി ആയിട്ട് ഓരോ പ്ലേറ്റിൽ കുറേ ചപ്പാത്തി കൊടുക്കുന്നുണ്ട്. ഇത് നെല്ലിക്ക സംഭാരം. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേറ്റുണ്ട്, അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു തണുത്ത വെള്ളം കൊണ്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രകൃതി ഭക്ഷണം തയ്യാറാക്കിയത്. ഇതില് യോഗ ടീച്ചേഴ്സ്, യോഗ ട്രെയിനുകളും ഉണ്ട്. അപ്പോൾ അവർക്കൊരു പ്രകൃതി ഭക്ഷണം കൊടുക്കണമെന്ന് നമ്മുടെ തോമസ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. എല്ലാവർക്കും ഈ ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുമ്പളങ്ങ പായസം ഉണ്ടാക്കി കൊടുത്തത്. കുമ്പളങ്ങ കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ ഒരു 2 കിലോ കുമ്പളങ്ങ മേടിക്കുക. ഈ രൂപത്തിൽ കണ്ടില്ലേ, കുമ്പളങ്ങ അരിഞ്ഞിട്ട് വേവിച്ചിട്ട് ആദ്യം നമ്മൾ ഈ ഉരുളി വെച്ചതിന് ശേഷം കുമ്പളങ്ങ ഇട്ട് സ്വല്പം നേരം വഴട്ട്. അതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി വെച്ചിട്ട് ഇപ്പം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ആപ്പിളിടും, അത് കഴിഞ്ഞിട്ട് ഈത്തപ്പഴം. ഇതൊക്കെ നമ്മൾ കടിക്കാൻ വേണ്ടിയിട്ടാണ്. വെറൈറ്റി ആട്ടാ, പലരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും, ഉണ്ടല്ലേ. രണ്ടാം പാല് നാളികേരത്തിന് ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടില്ലേ. പായസം സ്ഥിരമായിട്ടാണ്. എന്താണ് കളറും ടേസ്റ്റ് ചെയ്താൽ സ്വല്പം ടേസ്റ്റ് ചെയ്ത് ഓട്ടോ. അടപ്രഥമൻ പോലെ ഉണ്ട്. ഈ രൂപത്തിലുള്ള പ്രകൃതി സദ്യകള് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളതിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെക്കണ വിഭവങ്ങൾ ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇവര് വെക്കണത് തന്നെയല്ലേ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്നല്ലേ പറയുള്ളൂ എന്ന്. പക്ഷെ നിങ്ങളത് ടേസ്റ്റ് ചെയ്താൽ നോക്കിയാൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരും ഭക്ഷണം. ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും.